എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു വറുത്തരച്ച കോഴിക്കറിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ആവശ്യമായ സാധനങ്ങൾ: ഒരു തേങ്ങ ചിരകി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചാണ് ഞാനിവിടെ വറുക്കുന്നത്. അതിലേക്ക് ഒരു 4 തണ്ട് കരിവേപ്പില ഇടണം. ഇട്ട് അത് ഒന്ന് നല്ല ചുമക്കുന്നത് വരെ വറുത്തെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഈ തേങ്ങ ചിരകി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ പെട്ടെന്ന് വറുത്തെടുക്കാവുന്നതാണ് നമുക്ക്. ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരും. അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് 1.5 കിലോ ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് വേണോ എടുക്കാം. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ഇത്തിരി കളർ കിട്ടുന്നതാണ്. പിന്നെ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ തിരുമ്മി എടുക്കാം. നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കാവുന്നതാണ്. അപ്പം, പത്തിരി, ചോറ്, കപ്പ എന്നിവയുടെ കൂടെയെല്ലാം ഇത് ഒരു നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെയൊക്കെ കഴിക്കുന്നതിന് വേണ്ടി എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് കുറേശ്ശെ ഇട്ട് നമുക്ക് ഒന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നന്നായി മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് പൊടിഞ്ഞു പോവാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് അതിനെ തിരിച്ച് ഇട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ്. 2 വശവും മറിച്ചും തിരിച്ചും ഒന്ന് വേവിക്കണം. ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആയി വരണം. നല്ല എളുപ്പമാണ്. പെട്ടെന്ന് ഒരുപാട് നേരമൊന്നും വേണ്ട. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് പരിശ്രമമൊന്നും വേണ്ട. ഞാൻ ഒരു 2 പ്രാവശ്യമാണ് ഇതിട്ട് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേവിക്കാനും അധികം സമയം വേണ്ടി വരില്ല. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ടാമത് ഞാൻ ഇട്ടിരിക്കുന്നതാണ്. ആദ്യത്തെ ഞാൻ ഫ്രൈ ചെയ്ത് കോരിയായിരുന്നു. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഒരു 10 കഷ്ണം വെളുത്തുള്ളിയും ഒരു 2 കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഈ വറുത്ത് കോരിയ എണ്ണയിലേക്ക് തന്നെ ഇടാം. ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല എണ്ണ, അതുകൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാം. അതിലേക്ക് ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളി ഒരു 15 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ 4 സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു. ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി
ഒന്ന് ഉള്ളി ഒക്കെ ഒന്ന് മൂത്ത് വരണം. അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ചേർക്കാം. നന്നായിട്ട് അത് മൂക്കണം. അപ്പോൾ അതിൻ്റെ ആ സവാളയിലേക്കുള്ള മധുരം എല്ലാം അങ്ങ് പോകും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. അത് ഒന്ന് മൂത്ത് വരുമ്പോൾ 4 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിട്ടിട്ട് അതിലേക്ക് ഞാനൊരു 2 വലിയ തക്കാളി ആണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. അത് കാണിക്കാൻ പറ്റിയില്ല, സ്കിപ്പായിപ്പോയി. 2 വലിയ തക്കാളി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തക്കാളി ആ ഉള്ളിയുമായി വഴണ്ട് വരണം. നന്നായി വഴറ്റിയെടുക്കണം. ഇതുപോലെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ നല്ല കുമിച്ചാണ് എടുത്തിരിക്കുന്നത് മുളക് പൊടി. മല്ലിയും അതുപോലെ എടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ നല്ല കളർ കിട്ടും, എരിവും കുറവാണ്. എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. അതിലേക്ക് ചിക്കൻ മസാലപ്പൊടി 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ചുകൂടി അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒരു 1.5 കപ്പോളം ഒഴിക്കാവുന്നതാണ്. ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഞാനിത്തിരി വലിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ടീസ്പൂണല്ല, ഇത്തിരി വലിയ സ്പൂണിലാണ് കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് നന്നായി യോജിപ്പിക്കാം. വളരെ രുചികരമായ ഒരു ചിക്കൻ കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. തിളച്ച വെള്ളമായിരിക്കണം ചേർക്കേണ്ടത്. തിളച്ച വെള്ളം കുറച്ചുകൂടി അതിലേക്ക് ചേർത്തു. ശേഷം നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ആ വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞു വന്ന് ഇതുപോലെ വെള്ളം പോലെ അടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ വറുത്ത തേങ്ങ അരയ്ക്കുമ്പോൾ നന്നായിട്ട് മിക്സിയിൽ അടിക്കുമ്പോൾ ഇതുപോലെ വരും. അതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്തു. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് നെയ്യ് തെളിഞ്ഞ് വരുന്നത് വരെ ചെറിയ തീയിൽ ഒന്ന് വേവിക്കാവുന്നതാണ്. ഒരുപാട് നേരം നമ്മൾ അങ്ങനെ വേവിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇത് ഏകദേശം ഫ്രൈ ചെയ്ത ചിക്കൻ ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ചെറിയ തീയിലിട്ട് വേവിക്കാവുന്നതാണ്. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം.